നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ കുടുംബം ഏറ്റുവാങ്ങി. ഇപ്പോൾ നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധിയായാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കുക. അതേസമയം തൻ്റെ അച്ഛൻ സമാധിയായതാണ്, അച്ഛൻ്റേത് മഹാസമാധിയാണ്. എന്നാൽ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുമെന്നാണ് മകൻ സനന്ദൻ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും വ്യക്തമായെന്നും വളരെയധികം വിഷമമുണ്ടെന്നും മകൻ പ്രതികരിക്കുന്നു. ആന്തരിക അവയവ പരിശോധന ഫലങ്ങൾ കൂടി വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് വന്നാലും പേടിക്കാനില്ല. അച്ഛൻ സമാധിയായതാണ്, അച്ഛൻ മഹാസമാധി ആയതാണ്. ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നാണ് മകൻ പറയുന്നത്. VSDP നേതാവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രതിഷേധിക്കാതിരുന്നത്. ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങ് നാളെ നടത്തുമെന്നും അച്ഛൻ സമാധിയായതാണെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ട് എന്ന് തന്നെയാണ് മകൻ സനന്ദൻ പറയുന്നത്. ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. നാളെ വൈകിട്ട് 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുക. ഇവരോടുള്ള വിരോധമുള്ള ആളാണ് പരാതി നൽകിയത്. അവർ ഇവരുടെ ബന്ധുവൊന്നും അല്ല, തിടുക്കം കാണിക്കേണ്ടിയിരുന്നില്ല. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തതെന്നും ചന്ദ്രശേഖരൻ പറയുകയാണ്. സംസാര ഭാഷയോ മാധ്യമ ഭാഷയോ അവർക്ക് വശമുണ്ടായിരുന്നില്ല എന്നും നാട്ടിൻപുറത്തുകാരുടെ നിഷ്കളങ്കതയാണ് 2 മക്കൾക്കും ഉണ്ടായിരുന്നതെന്നും അഭിഭാഷകനും പറഞ്ഞു. 90% പേരും അവർ വിശ്വസിച്ചില്ല എന്നത് വേദനയുണ്ടെന്നും അഗ്നിശുദ്ധി വരുത്തി അവർ തിരിച്ചു വന്നിരിക്കുകയാണെന്നും അഭിഭാഷകൻ പറയുകയായിരുന്നു. അതേസമയം ദുരൂഹത നീങ്ങാൻ 3 റിപ്പോർട്ടുകൾ കൂടി ഇനി കിട്ടേണ്ടതുണ്ടെന്നും പോലീസ് നടപടി നിയമാനുസൃതമായിരുന്നു എന്നാണ് നെയ്യാറ്റിൻകര CIയും പറയുന്നത്. മകന്റേതടക്കം ഇനിയും മൊഴികൾ രേഖപ്പെടുത്താനുണ്ട്. 3 റിപ്പോർട്ടുകൾ ഇനി കിട്ടേണ്ടതുണ്ട്. ഫോറൻസിക്, കെമിക്കൽ അനാലിസിസ്, ഹിസ്റ്റോപാത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് ഇനി കിട്ടാനുള്ളത്. അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്നാണ് CI പറയുന്നത്. നിലവിൽ പോലീസിന് മുന്നിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന റിപ്പോർട്ടില്ല. ഗോപൻ സ്വാമിയുടെ മകന്റെയും ഭാര്യയുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമാധി തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. പോലീസ് നടപടിയെല്ലാം നിയമാനുസൃതമായിരുന്നെന്ന് കുടുംബത്തെ പോലീസ് വേട്ടയാടിയിട്ടില്ല എന്നുമാണ് CI വ്യക്തമാക്കുന്നത്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉച്ചയോടെ പൂർത്തിയാവുകയായിരുന്നു. മരണത്തിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹത്തിൽ മുറിവുകളോ പരിക്കുകളോ പ്രത്യക്ഷത്തിലില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ എന്നും ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയക്കാൻ ശേഖരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രാസപരിശോധനയുടെ ഫലം വരും. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ഉടൻ തന്നെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ ആദ്യ നിലപാട്. പിന്നീട് പോലീസും ജില്ലാ ഭരണകൂടങ്ങളും കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതേ തുടർന്നാണ് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.